ഒരു ഫാമിങ്, ഒരു കൃഷിയാണ് അഡ്വർടൈസിങ് ആൻഡ് മാർക്കറ്റിംഗ് അല്ലേ? തീർച്ചയായിട്ടും അഭിപ്രായം എന്താ? തീർച്ചയായിട്ടും ഈ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതനുസരിച്ചിട്ടുള്ള ഒരു നില ഉഴുത് വിത്ത് വിതച്ച് അതിന് കളപറിച്ച് വളവിട്ട് വെളിച്ചം കൊടുത്ത് വെള്ളം കൊടുത്ത് ബിൽഡ് ചെയ്തെടുക്കണമല്ലോ. അതെ. ഈ ഒരു ഫാമിംഗ് എല്ലാവർക്കും ഇപ്പൊ ഹണ്ടിങ്ങാണ് വേണ്ടത്. എല്ലാവർക്കും ഇമ്മീഡിയറ്റ് ആയിട്ട് ഓടിച്ചിട്ട് ക്ലയന്റിനെ കിട്ടുക, സെയിൽ കിട്ടുക, കൺവേർഷൻ വരിക, ഈ ഒരു രീതിയിലാണ് പൊതുവെ നല്ലൊരു ശതമാനം ആൾക്കാർ. അത് പലപ്പോഴും അതിനകത്തൊരു പല റീസൺസ് ഉണ്ട്. ഇപ്പം ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ ആദ്യം ചെയ്യുന്നത് ഒരു മാർക്കറ്റ് സ്റ്റഡിയോ ഒരു ഫീസിബിലിറ്റി സ്റ്റഡിയോ ഒന്നും നടത്താതെ തന്നെ ആദ്യം പ്രൊഡക്റ്റും എല്ലാം റെഡിയാക്കിയിട്ടാണ് നേരെ അഡ്വർടൈസിങ് ഏജൻസിയിൽ എടുത്താൽ പോകുന്നത്. അഡ്വർടൈസിങ് ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ പല അഡ്വർടൈസിങ് ഏജൻസീസ് ഉണ്ട്. ചിലർ മീഡിയ ബൈങ്ങിലായിരിക്കും അവിടെ സ്പെഷ്യലൈസ്ഡ് അതായിരിക്കും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഈ മീഡിയ ബൈങ് അല്ലെങ്കിൽ മീഡിയ സെല്ലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലാണ് അവർ നിൽക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ക്രിയേറ്റീവ് തന്നെ ഉണ്ടാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഒരു ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റിനെ അപ്രോച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റിനെ അപ്രോച്ച് ചെയ്യണം. അതിനുശേഷമാണ് ബാക്കിയുള്ള പ്രോസസ്സുകളെല്ലാം നമ്മൾ കൊണ്ടുവരേണ്ടത്.